ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് ഇന്ന്. ഇന്ന് മകരസംക്രാന്തിയാണ്. മകരവിളക്ക് ഇന്നാണ്. ഷഡ്ത്തിലെ ഏകാദശി ഇന്നാണ്. അതുകൂടാതെ ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപവും ആണ്. മകരവിളക്ക് അഥവാ മകരസംക്രാന്തി എന്ന് പറയുന്നത് ദീപം തെളിയിക്കുന്നതിനെയാണ്. അന്ധകാരത്തെ നീക്കി വെളിച്ചം പകരുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ നീക്കിക്കളയുക എന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ടു തന്നെ സത്യത്തിൽ ഈ ദീപങ്ങളെല്ലാം തെളിയേണ്ടത് നമ്മുടെ മനസ്സിൽ ആണ്. മകരവിളക്കും മകരജ്യോതിയും രണ്ടും രണ്ടാണ്. ആകാശത്ത് കാണുന്ന ഒരു നക്ഷത്രത്തെയാണ് മകരജ്യോതി എന്ന് പറയുന്നത്. ആകാശത്ത് സംക്രമണത്തിന്റെ അന്നും അതിനടുത്ത ദിവസങ്ങളിലും കാണുന്ന ഒരു നക്ഷത്രമാണ് മകരജ്യോതി. മകരവിളക്ക് എന്ന് പറയുന്നത് അത് പണ്ടുകാലത്ത് ആദിവാസികൾ പൊന്നമ്പലമേട്ടിൽ കർപ്പൂരം തെളിയിക്കുന്നതിനെയാണ് മകരവിളക്ക് എന്ന് പറയുന്നത്. പ്രകൃതിയെ ആരതി ഒഴിയുക എന്നതായിരുന്നു അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത്. ഈ മകരവിളക്കും മകരസംക്രാന്തിയും നമുക്ക് കാണാൻ സാധിക്കുന്ന ദിവസമാണ് മകരസംക്രാന്തിയുടെ ഇന്ന് വൈകുന്നേരം. മകരം 1-ാം തീയതിയുടെ തലേ ദിവസമാണിത്. ലക്ഷക്കണക്കിന് ഭക്തർ ഇത് ദർശിക്കാനായിട്ട് ശബരിമലയിലെ സന്നിധാനത്ത് ഉണ്ടായിരിക്കും. മകരവിളക്ക് തെളിയുന്ന സമയത്ത് എല്ലാ ഭക്തരും കൂടി ഒരു ശരണം വിളിയുണ്ട്. അതാണ് മകരവിളക്കിന്റെ അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമുക്ക് നൽകുന്ന ഊർജം അതൊന്നു വേറെ തന്നെയാണ്. ആ ഒരു ഊർജം അനുഭവിക്കാനാണ് ഈ ഒരു ദിവസം സന്നിധാനത്തേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ പോകുന്നത്. ഇത് ഇന്നത്തെ ദിവസത്തെ, അതായത് മകരവിളക്ക് ദിവസത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്.